ചെന്നൈയുടെ വിജയവും പരാജയമൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫോമിനനുസരിച്ചിട്ടാണോ? GT ആയിട്ടുള്ള കളിയിൽ സഞ്ജുവിന് കാര്യമായിട്ടോ ഫോം ആവാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിങ്ങിൽ നല്ല രീതിയിലുള്ള റൺ എടുക്കാനായിട്ടോ ആങ്കർ ചെയ്ത് കളിക്കാനായിട്ടോ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന ഒരു ചെന്നൈ ബാറ്റിംഗ് നിരയാണ് നമ്മൾ കണ്ടത്. അതെ, അവിടെ ഋതുരാജ് കുറച്ച് ഫോം കണ്ടെത്തി 74 റൺസ് എടുത്തിരുന്നാൽ പോലും വളരെ കുറഞ്ഞ ഒരു സ്ട്രൈക്ക് റേറ്റിലാണ് ഋതുരാജിന് കളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു 159 റണ്ണ് എത്താനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഋതുരാജ് തന്നെയാണ് എന്ന് പറയുമ്പോൾ പോലും GT പോലുള്ള ഒരു നിരക്കെതിരെ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ അതിൽ കൂടുതൽ റൺസ് സ്കോർ ചെയ്താൽ മാത്രമാണ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ചെന്നൈക്ക് ഉണ്ടാവുള്ളൂ. ശരിയാണ്, അവരുടെ ബോളർമാരെല്ലാവരും നല്ല പ്രകടനമാണ് ഇപ്പോൾ ഈ അടുത്തെല്ലാം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും GTയുടെ നമുക്കറിയാം ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ആ ഓപ്പണിങ്ങിലെ ആ പെയറും അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന ബട്ട്ലർ അടക്കമുള്ള ടോപ്പ് 3 ആണ്. അപ്പോൾ ഇവരുടെ 3 പേർക്കായാലും എടുക്കാൻ പറ്റുന്നതിലും കൂടുതൽ റൺസ് ആ സ്കോർ ബോർഡിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു പ്രഷർ GTക്ക് മേലെ കൊടുക്കാനായിട്ടുള്ള ഏത് ടീമിനായാലും പറ്റുള്ളൂ. പക്ഷേ ചെന്നൈക്ക് ഇന്നലെ അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ ആ ഒരു ടോസ് നേടിയതിന് ശേഷം ബോളിംഗ് തിരഞ്ഞെടുക്കാനായിട്ട് ഗില്ല് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ചെന്നൈയിലെ നല്ല ഒരു ചൂടുള്ള സാഹചര്യത്തിൽ ഉരുകി വീഴുണ്ടായിരുന്നത് CSK ബാറ്റ്സ്മാൻമാരായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഫസ്റ്റ് ഓവറിൽ തന്നെ നമുക്ക് കളിയിൽ എങ്ങനെയായിരിക്കും ബോളർമാർക്കുള്ള ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് മൂളി പറക്കുന്ന സ്വിങ്ങോടുകൂടി പറക്കുന്ന സിറാജിൻ്റെ ബോളുകളിൽ കാര്യമായിട്ട് അടിക്കാനായിട്ടൊന്നും സഞ്ജുവിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് റബാഡ വന്നിട്ട് ഒരു 4 ഒക്കെ അടിച്ചിട്ട് സഞ്ജു സ്കോർ ഉയർത്തുന്നതായിട്ട് കണ്ടു. അങ്ങനെ 11 റൺസ് വരെ സഞ്ജുവിന് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഋതുരാജ് ആദ്യത്തെ 2 ബോളിൽ തന്നെ 4 അടിച്ചിട്ട് ഇന്ന് തൻ്റെ ദിവസമായിരിക്കും എന്നുള്ളൊരു സൂചനയൊക്കെ നൽകിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് റബാഡ പിന്നെയും 4ാമത്തെ ഓവർ എറിയാനായിട്ട് വന്നപ്പോൾ സഞ്ജുവിന് കളിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കണ്ടു. വൈഡായിട്ടുള്ള വന്ന ബോളിൽ അടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് കീപ്പർക്ക് ക്യാച്ച് നൽകിയിട്ട് 11 റൺസ് എടുത്തേക്കുന്ന സഞ്ജുവിൻ്റെ വിക്കറ്റ് അവിടെ നഷ്ടമാവുന്നുണ്ട്. 21 റൺസ് മാത്രമാണ് ആ ഒരു സമയത്ത് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് വന്ന ഉറുൽ പട്ടേലിനാണെങ്കിലും ഇമ്പാക്ട് സബായിട്ട് വന്ന സർഫറാസ് ഖാൻ ആണെങ്കിലും ഡെവാൾ ബ്രേവിസിനാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു സംഭാവന കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവരുടെ വിക്കറ്റുകളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ തകർത്തടിക്കാൻ ശ്രമിച്ച് ക്രീസിലേക്ക് എത്തിയിരുന്ന ഋതുരാജ് പിന്നീട് വളരെ മെല്ലെയാണ് ആ സ്കോർ ബോർഡിലേക്ക് റണ്ണ് ചേർക്കുന്നതായിട്ട് കണ്ടത്. അതായത് അടിച്ചു കളിക്കാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അത്രയും ഒരു പ്രഷർ സിറ്റുവേഷനിൽ ചെന്നൈയുടെ ഇത്രയും വിക്കറ്റുകൾ പോയപ്പോൾ അവരായിട്ടുണ്ടായിരുന്നു. ആ പവർ പ്ലേയിൽ അവർക്ക് 3 വിക്കറ്റ് ഈ ഒരു കളിയിൽ നഷ്ടമാവുന്ന കണ്ടു. ഏകദേശം 30-ന് താഴെയുള്ള റണ്ണ് മാത്രമാണ് ചെന്നൈക്ക് പവർ പ്ലേയിൽ എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്നിട്ടുള്ള ഡുബൈനെ കൂട്ടുപിടിച്ചിട്ടാണ് ആ ഇന്നിങ്സ് ഒന്ന് റിവൈവ് ചെയ്യാനായിട്ട് ഋതുരാജ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ ഒരു 50+ പാർട്ട്ണർഷിപ്പ് എടുക്കുന്നുണ്ട്. അതിൽ ഡുബൈക്ക് കുറേ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. GTയുടെ ഫീൽഡർമാർ ഈ കളിയിലും ഒരുപാട് ചാൻസുകൾ ക്യാച്ചായിട്ട് മിസ്സാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് വളരെ മോശം ട്രെൻഡാണ് IPL സ്റ്റാൻഡേർഡ്സിനെ സംബന്ധിച്ച്. പക്ഷേ എല്ലാ ടീമിൻ്റെ ഭാഗത്തുനിന്നും ഇന്ന ടീമെന്നില്ല, എല്ലാ ടീമിൻ്റെ ഭാഗത്തുനിന്നായാലും ഇപ്പോൾ ഫീൽഡിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്, ക്യാച്ചസ് ഒരുപാട് ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോകാനുള്ള കാരണങ്ങളെന്നെല്ലാം അവർ തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. ആ ഫീൽഡിങ്ങിൽ എന്തായാലും ഇമ്പ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടീമിനെ നല്ല രീതിയിൽ ഹേർട്ട് ആകും. പക്ഷേ ഇന്നലെ GTക്ക് അത് അത്ര പ്രശ്നമായിട്ട് വന്നില്ല. എന്തുകൊണ്ടെന്നാൽ പെട്ടെന്ന് തന്നെ ഡൂബയുടെ വിക്കറ്റ് അവിടെ അർഷാദ് ഖാൻ എടുക്കുന്നതായിട്ട് കണ്ടു. പിന്നീട് വന്ന കാർത്തിക് ശർമ്മയാണെങ്കിലും ജെയ്മി ഓവർട്ടൺ ആണെന്നുണ്ടെങ്കിൽ അവസാന ഓവറുകളിൽ തകർത്തടിക്കാൻ ശ്രമിച്ചിട്ട് ഒരു ക്യാമിയോ ഇന്നിങ്സ് ഒക്കെ കളിച്ചിട്ട് സ്കോർ ബോർഡ് ഉയർത്താനായിട്ട് ശ്രമിച്ചു. ലാസ്റ്റ് ഓവറിൽ 15ഓളം റൺ എടുത്തിട്ട് ഋതുരാജ് ആണെങ്കിലും തൻ്റെ 50 നേടുകയും അതുപോലെ തന്നെ ടീമിൻ്റെ സ്കോർ ഒരു 150+ സ്കോർ എത്തിക്കാനായിട്ടും പറ്റി. അപ്പോൾ വലിയ തകർച്ചയിൽ നിന്ന് അവർക്കൊന്ന് ചെറുതായൊന്ന് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു സ്കോർ ബോർഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും GTനെ തോൽപ്പിക്കാൻ പാകത്തിലുള്ളതായിരുന്നില്ല. ബോളിങ്ങിന് വന്നപ്പോൾ സുദർശനാണെന്നുണ്ടെങ്കിലും ഗില്ലിനാണെന്നുണ്ടെങ്കിലും ചെന്നൈ ബാറ്റ്സ്മാൻമാർ ബുദ്ധിമുട്ടോടെ കളിക്കുന്ന ആ പിച്ചിൽ വളരെ ഈസി ആയിട്ടാണ് കളിക്കുന്നതായിട്ട് കണ്ടത്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു പിച്ചിൽ കളിക്കുമ്പോൾ. തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ അടിച്ചു കളിക്കാനാണ് ഗില്ല് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗില്ലിനെ നല്ലൊരു സ്റ്റംപിങ്ങിലൂടെ സാംസൺ പുറത്താക്കുന്നത് നമ്മൾ കണ്ടു. അത് ചെന്നൈ ആരാധകരും മുന്നേ കണ്ടിട്ടുള്ള കാഴ്ച തന്നെയാണ്. ധോണി ഇതേപോലെ ക്വിക്കായിട്ടുള്ള സ്റ്റംപിങ് നടത്തിയിട്ട് പുറത്താക്കുന്നത്. അപ്പോൾ അതുപോലൊരു നല്ലൊരു മൊമെൻറ്റ് സഞ്ജുവിടെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൽ നിന്നൊരു ടേൺ അറൗണ്ട് കണ്ടെത്താൻ പിന്നീട് ചെന്നൈക്ക് പറ്റിയില്ല. പിന്നീട് വന്ന ബട്ട്ലറിന് കൂട്ടുപിടിച്ചാണെങ്കിലും സുദർശൻ നല്ല രീതിയിൽ ഒരു സൈഡിൽ നിന്ന് അടിച്ച് കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ട്, അതായത് ലോക്കൽ ബോയ് ആയിട്ടുള്ള സുദർശൻ ആ ഗ്രൗണ്ട് നന്നായി അറിയാം. അവിടെ സ്പിന്നിനെ എങ്ങനെ തുണയ്ക്കും അതുപോലെ തന്നെ പേസ് ബോളിങ്ങിനെ എങ്ങനെ തുണയ്ക്കും എന്നെല്ലാം നല്ല രീതിയിൽ അറിയുന്ന സുദർശൻ ഒരു സൈഡിൽ തകർത്തടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെന്നൈയുടെ കയ്യിൽ നിന്ന് ആ വിജയം ഇങ്ങനെ വഴുതിപ്പോയി. അങ്ങനെ ഏകദേശം ഒരു സ്കോർ ബോർഡിന് ഏറ്റവും തൊട്ടടുത്തെത്തിയിട്ടാണ് സുദർശൻ്റെ വിക്കറ്റ് പോയത്. 155 റൺസിലായിരുന്നു സുദർശൻ്റെ വിക്കറ്റ് പോയത്. അതിന് മുന്നേ തന്നെ ഏകദേശം 97 റൺസുള്ള പാർട്ട്ണർഷിപ്പും രണ്ടാമത്തെ വിക്കറ്റിൽ ബട്ട്ലറിനൂടെ ചേർക്കാനായിരുന്നു സുദർശന് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന സുന്ദറിനായാലും ഒരു സിംഗിൾ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നുള്ളൂ. ലാസ്റ്റ് ബോളിൽ 6 അടിച്ചിട്ട് ബട്ട്ലർ കളിയും ജയിപ്പിച്ചു.
ഇതിനിടയിൽ സുദർശനെ പുറത്താക്കാനുള്ള ഒരു അവസരം സഞ്ജുവും വിട്ടുകളയുന്നതായിട്ട് കണ്ടു. പക്ഷേ അതൊക്കെ ഒരുപാട് വൈകിയിരുന്നു. തുടക്കത്തിൽ തന്നെ ഇവരുടെ ഈ 3 ബാറ്റ്സ്മാൻമാരെ പുറത്താക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് ചെന്നൈക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. GTയുടെ മിഡിൽ ഓർഡറിൽ എല്ലാ കളികളിലും ടെസ്റ്റ് ചെയ്യപ്പെടുന്നതും അവർക്ക് കാര്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ ഈ കഴിഞ്ഞ എല്ലാ കളികളിലും നമുക്ക് കാണാൻ പറ്റിയിരുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ അങ്ങനെ ഒരു ടെസ്റ്റ് അവരുടെ മിഡിൽ ഓർഡറിന് കൊടുക്കാനായിട്ട് ചെന്നൈ ബോളർമാർക്ക് നല്ല സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കളിയിൽ തിളങ്ങിയിട്ടുണ്ടായിരുന്ന അഖിൽ ഹുസൈനൊക്കെ നല്ല രീതിയിൽ റൺസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അഖിൽ ഹുസൈൻ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ട് സുദർശൻ തന്നെയാണ് കുറേ സിക്സുകളും ഫോറുകളൊക്കെ ആയാലും അടിക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും ചെന്നൈക്ക് സഞ്ജുവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ബാറ്റിംഗ് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് മറ്റ് ബാറ്റ്സ്മാൻമാരും കൂടുതൽ റണ്ണ് കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സഞ്ജു ഫോമായാൽ മാത്രം ജയിക്കുക എന്നുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചെന്നൈക്ക് എവിടെയും എത്താനായിട്ട് പറ്റില്ല. ശരിയാണ്, ഈ ഒരു കളിയിൽ ഋതുരാജിന് ഒരു ഫോം കണ്ടെത്താനായിട്ട് പറ്റി. അപ്പോൾ അടുത്ത കളിയിൽ കുറച്ചുകൂടി സ്ട്രൈക്ക് റേറ്റ് കൂടി ഹൈ ആക്കിയിട്ട് ആ ഒരു നല്ല സ്റ്റാർട്ട് കൊടുക്കാനായാലും അതുപോലെ തന്നെ സ്കോർ ബോർഡിൽ റൺ ഉയർത്താനായാലും ഋതുരാജിന് പറ്റുന്നുണ്ട് നമുക്ക് വിചാരിക്കാം. GTക്ക് എന്തായാലും അവരുടെ ആ ഒരു തോൽവി വരെ അവർക്ക് അവിടെ അവസാനിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ലൊരു വിജയമാണ് ഈ ഒരു കളിയിൽ 8 വിക്കറ്റ് അവർക്ക് നേടാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ ചെന്നൈക്ക് മുകളിൽ ടേബിളിൽ എത്താനായിട്ടും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി GTനെ സംബന്ധിച്ചിടത്താണെങ്കിലും അടുത്ത കളിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇതുപോലെ ക്യാച്ചുകൾ വിട്ട് കളയുന്നത് എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത് അവർക്ക് എന്തായാലും റെക്ടിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ നല്ല ടീമുകളുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഹേർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസുകളും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇനി ഒരുപാട് മത്സരങ്ങൾ ഈ ക്യാച്ചിൻ്റെ പേരിൽ തോറ്റ് പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യതകളും വളരെ കാര്യമായിട്ട് കുറയുക തന്നെ ചെയ്യും. ആദ്യ ഇന്നിങ്സിൽ നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ട് സഞ്ജുവിൻ്റേതടക്കം വിക്കറ്റ് എടുത്തിട്ടുള്ള കഗീസോ റബാഡയാണ് ഈ ഒരു മാച്ചിൽ മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ അടി കിട്ടുന്ന കണ്ടു RCBയുടെ ഒപ്പായിട്ടുള്ള കളിയിൽ. അപ്പോൾ നല്ലൊരു കമ്പാക്കാണ് റബാഡയുടെ ഭാഗത്തു നിന്നും വരുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക.